നമ്മളുടെ ഈ ഒരു സോഫ കണ്ടിട്ട് കസ്റ്റമർ ഇതേ കളറിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ സൈസിനനുസരിച്ചിട്ട് സോഫ ചെയ്യാൻ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സോഫയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സെയിം കളറിലാണ്. അതുപോലെ തന്നെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഹാർഡ് ഫോം ആണ്, ഇത് സ്പ്രിംഗ് ആണ്. കൂടാണ്ട് തന്നെ ഹാൻഡിലും ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏത് സോഫ വേണമെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഒരേ മോഡൽ സോഫ തന്നെ നമുക്ക് സ്പ്രിങ്ങിലും സോഫ്റ്റ് ഫോമിലും അതുപോലെ തന്നെ ഹാർഡ് ഫോമിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സോഫ കണ്ടില്ലേ, ഈ ഒരു സോഫ നമ്മൾ ഹാർഡ് ഫോമിലാണ് ഈ ഒരു സോഫ ചെയ്തിട്ടുള്ളത്. കോർണർ കാര്യങ്ങളൊക്കെ സീറ്റിംഗ് ആയിട്ട് ഹാൻഡിൽ MDF കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതേ ഒരു സോഫ തന്നെ നമ്മൾ സ്പ്രിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു കസ്റ്റമൈസർ ഓർഡർ ആണ്. കസ്റ്റമർ പറഞ്ഞത് പ്രകാരം അവരുടെ ഇഷ്ടപ്പെട്ട കളേഴ്സിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും എങ്ങനെ വേണമെങ്കിലും സോഫാസ് നമ്മൾ ഇവിടുന്ന് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫർണിച്ചേഴ്സിൽ നമ്മൾ ഒരു സോഫ ഏതൊരു ടൈപ്പിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഇതൊരു സിമ്പിൾ മോഡൽ 2+2 കോർണർ സോഫയാണ്. ഇതിന്റെ കളർ ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഓർഡർ വന്നിരിക്കുന്നത് നമുക്ക് പുറത്തോട്ടാണ് കേട്ടോ. അതായത് ആൻഡമാൻ നിക്കോബാറിലേക്കാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. കസ്റ്റമറിനെ വന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇത് ഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് ഈ ഒരു സോഫയാണ് ഇഷ്ടപ്പെട്ടത്. സിമ്പിൾ മോഡലാണ്, കളർ ചേഞ്ച് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് നമ്മുടെ ഫർണിച്ചേഴ്സിൽ നിന്ന് സോഫ കിട്ടുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വുഡിന്റെ ഹാൻഡിൽസ് വരുന്നുണ്ട് കേട്ടോ. സോഫേന്റെ ഹാൻഡിൽ വെക്കാനുള്ളത് ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ വരുന്നതാണ്. കൂടാണ്ട് നമുക്ക് ബാക്കിൽ വെക്കാൻ പറ്റുന്ന വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ബുഷസ് കാര്യങ്ങൾ കുറെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ നമുക്ക് കപ്പ് ഹോൾഡർ ഒക്കെ 100ന്റെ മുകളിൽ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പുതിയ മോഡൽസ് സോഫ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതുതായിട്ട് ഇറക്കിയതാണ്. നമ്മുടെ പാർട്ടിക്കൽ ബോർഡ് യൂണിറ്റിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയ 5 ഡോർ വാർഡ്രോബാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, നമുക്ക് 4 ഡോർ പ്ലസ് ഡ്രസ്സർ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു വാർഡ്രോബിൽ വരുന്നത്. ഡ്രസ്സർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ ഇന്നറായിട്ട് ചെറിയൊരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് അടിയിൽ നമുക്കൊരു ഡ്രോവറും അതുപോലെ തന്നെ ഡോറുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പോർഷൻസ് വന്നിട്ട് ഇതുപോലെ തന്നെ 4 ഡോർ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ പുറകെ വരുന്നതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തത്തമംഗലത്തുള്ള നമ്മളുടെ ഒരു ക്ലയന്റിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ ക്ലയന്റ് വരുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ അവരിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് മെഷർമെന്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അർജന്റായിട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ടതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് മെഷർമെന്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോസും ഡിസൈൻസും എല്ലാം നമ്മൾ അവർക്ക് ഷെയർ ചെയ്തിട്ട് അവർ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം ഫർണിച്ചേഴ്സ് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തമായിട്ടൊരു വീഡിയോ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ട് അവരുടെ അളവ് പ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 4 ഫീറ്റ് ലെങ്ത്തും 5 ഫീറ്റ് ഹൈറ്റും വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് TV യൂണിറ്റ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകിച്ചിട്ട് ചെയ്തിട്ടുള്ളത് ലൈറ്റിംഗ് വർക്ക്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സൈഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഡോർ ടൈപ്പാണ് സ്റ്റോറേജ് ഇവിടെ വരുന്നത്. മറ്റൊടുത്ത് ഡോർ ഇല്ലാത്ത ടൈപ്പാണ് നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്, ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതൊരു സൈസിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ആയിട്ട് ഫർണിച്ചേഴ്സ് കൊടുക്കുന്നതാണ് കേട്ടോ.